ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വാഗമണ്ണിലെ ടീ ലൈക്ക് ബോട്ടിങ്ങിലാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വഴിയൊക്കെ ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാട്ടോ നടന്നു പോണത്. നല്ല അഡ്വഞ്ചറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ പൊടിമഴ ഉള്ളതുകൊണ്ട് എല്ലാവരും തന്നെ മറ്റേ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു തുടങ്ങി. അവിടെ ആട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു കുതിര നിൽപ്പുണ്ട്, അതിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എടുത്തേക്കണ കുതിരേനെ കണ്ടു. ആ കുതിര എടുത്തേക്കട്ടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ കുതിര റൈഡും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുതിരയുടെ മുകളിൽ കയറാം. അപ്പം ഞാൻ പോയി എൻ്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്ത്. നമ്മളിവിടെ ലൈഫ് ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. അപ്പം നമുക്കുള്ള ബോട്ട് വന്നിട്ടില്ല. നിലവിലത് ബോട്ട് പോയേക്കും കേട്ടോ. 7 പേർക്കുള്ള ബോട്ടാണ് പറഞ്ഞേക്കണേ. അതിപ്പോൾ നിലവിൽ ഓട്ടത്തിലായതുകൊണ്ട് നമുക്കില്ല. അപ്പോൾ തൊട്ടടുത്തൊരു പാർക്കുണ്ട് കേട്ടോ. കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന, കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടെന്ന് പറയാം. കാരണം ഇവിടെ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. കളിക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കവിടെ ബോട്ടിൽ നിന്ന് വിളി വന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണേ. ഞങ്ങൾ ബോട്ടിൽ കയറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും സ്പീഡില്ല കേട്ടോ, പയ്യാണ് പോണത്. തുഴഞ്ഞു പോണതിൻ്റെ ആ ഒരു സ്പീഡ് മാത്രമേ ഉള്ളൂ. സ്പീഡ് ബോട്ടൊന്നുമല്ല. ഇതുപോലെ ചേട്ടൻ നല്ല സ്പീഡിൽ തുഴയണോണ്ട് നമ്മൾ എത്തേണ്ടത്. ഈ കാണുന്ന കേട്ടോ ആമ്പൽപ്പാടം. ഒരുപാട് തവണ വാഗമൺ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട് വരുന്നതാണ്. ഞാൻ ഇതുവരെ ഈ സ്ഥലം കണ്ടിട്ടില്ല. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഇത് ഒത്തിരി ദൂരം ഈ പാടം ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കുറേ ദൂരം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാട്ടോ. നല്ല രസമുള്ള ആമ്പലാണേ. ഞാനിപ്പം പോലെ വയലറ്റ് ആമ്പൽ അങ്ങനെ കൂടുതൽ കണ്ടിട്ടില്ല. റോസ് കളറൊക്കെയാണ് നമ്മൾ കാണാറ്. മലരിക്കലൊക്കെ പോയപ്പോൾ നമ്മൾ റോസല്ലേ കണ്ടേക്കുന്നത്, ഇത് കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതേ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി ഷൂട്ടിങ്ങിലൊക്കെ കാണിച്ചിട്ടുള്ള സ്ഥലമാട്ടോ ഇത്. ഈ പാലവും വീടും ഒക്കെ ഒത്തിരി ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ഇതിലിങ്ങനെ നമ്മൾ നമ്മൾ കയറിയപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ, തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഏകദേശം ഒരു അവധി ദിവസമാണെങ്കിലും അല്ല, അന്ന് അവധി ഇല്ലായിരുന്നു, ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അതുകൊണ്ട് അവധി അല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നല്ല തിരക്കായിരുന്നു. ഈ കാണുന്ന സ്ഥലം കേട്ടോ. അതോ നല്ല ചെളിയുണ്ട് കേട്ടോ, മഴയൊക്കെ പെയ്തിട്ട്. അതിലിങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വേറെ എന്താണ്, നല്ല രസമുണ്ടായിരുന്നു. മഞ്ഞ് കുറവായിരുന്നു കേട്ടോ, അത് തണുപ്പ് കുറവായിരുന്നു. പക്ഷേ എന്താണോ വാഗമണ്ണിൽ പോയിട്ട് വലിയ തണുപ്പ് നമുക്ക് കിട്ടിയില്ല. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ അടുത്ത് പോയി നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ശരി, എന്നാൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.